نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ഏറ്റവും സമാധാനമേകുന്ന രീതിയിൽ ബറക്കത്ത് നിറഞ്ഞൊരു കലിമത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു പരീക്ഷിക്കപ്പെടുന്നവനും ഏതൊരു മുസീബത്ത് ബാധിച്ചവനും അല്ലാഹുവിലേക്ക് അഭയം തേടാനും അവന്റെ മനസ്സിന് സമാധാനം നേടാനും അവരുപകരിക്കുന്ന കലിമത്തുൽ ഇസ്തിർജാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സുന്നത്താണ്, അടിമകളിലുള്ള സുന്നത്താണ് ഓരോ മനുഷ്യനെയും പരീക്ഷിക്കുക എന്നത്. വ്യത്യസ്ത തരത്തിലുള്ള പരീക്ഷണങ്ങളാൽ അവൻ പരീക്ഷിക്കപ്പെടുന്നതാണ്. ചിലപ്പോൾ സമ്പത്ത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ദാരിദ്ര്യം കൊണ്ട്, ചിലപ്പോൾ ആരോഗ്യം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ രോഗം കൊണ്ട്, ചിലപ്പോൾ ഖൈർ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷർറ് കൊണ്ട്, ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ അവന് വെറുക്കുന്ന കാര്യങ്ങൾ അവനെ ബാധിച്ചുകൊണ്ടായിരിക്കാം. എന്നാൽ ഒരു മുഅ്മിനിന്റെ അവസ്ഥ ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും ഒരു ഖൈറിൽ നിന്ന് മറ്റൊരു ഖൈറിലേക്കായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജബൻ ലി അംരിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം അത്ഭുതമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവന്റെ എല്ലാ കാര്യങ്ങളും അവന് നന്മയാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഒരു മുഅ്മിനല്ലാതെ, ഒരു സത്യവിശ്വാസിക്കല്ലാതെ ഈ അവസ്ഥ ഉണ്ടാവുകയില്ല. ഇൻ അസാബത്ഹു സറ ശകറ ഫകാന ഖൈറൻ ലഹ്, അവനൊരു സന്തോഷം നൽകുന്ന ഒരു കാര്യം ബാധിച്ചു എന്ന് വിചാരിക്കുക, അവനുണ്ടായി എന്ന് വിചാരിക്കുക, അവൻ നന്ദി കാണിക്കും, അത് അവനൊരു നന്മയായിട്ട് മാറും. വൈൻ അസാബത്ഹു ദറ, ഇനി അവന് ദോഷമുള്ള എന്തെങ്കിലും കാര്യമാണ് ബാധിച്ചതെങ്കിലോ സ്വബറ, അവൻ ക്ഷമിക്കും, ഫകാന ഖൈറൻ ലഹ്, അത് അവന് നന്മയായിട്ട് മാറും. അതുപോലെ തന്നെ ഏതൊരവസ്ഥയിലും ഖൈറായിരിക്കും ഒരു മുഅ്മിന് ഉണ്ടാവുക. സഹോദരങ്ങളെ, ജീവിതത്തിൽ നേരിടുന്ന വ്യത്യസ്ത പരീക്ഷണങ്ങളിൽ സമാധാനമേകാൻ, ഏറ്റവും സാന്ത്വനമേകാൻ, ദുനിയാവിലും പരലോകത്തിലും ഏറ്റവും ഖൈറായ, ഏറ്റവും നന്മകൾ നേടിയെടുക്കാൻ നമുക്ക് ഉപകരിക്കുന്ന കലിമത്താണ് കലിമത്തുൽ ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞത്. ഏതൊരു പരീക്ഷണം നേരിടുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ക്ഷണിക്കുന്നത് രണ്ട് കാര്യത്തിലേക്കാണ്. ഒന്ന് സ്വബറിലേക്ക്, ക്ഷമിക്കാൻ വേണ്ടി, ആ ക്ഷമ നൽകാൻ അവന് പ്രേരണയേകുന്ന, അവന് പ്രോത്സാഹനം ലഭിക്കുന്ന കലിമത്ത് അത് ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന വാക്കാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റേതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നോക്കൂ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, തീർച്ചയായും ഉറപ്പായും നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പരീക്ഷിക്കും. എന്തുകൊണ്ടെല്ലാം പരീക്ഷിക്കും? അള്ളാഹു തആല ചിലപ്പോൾ ഭയപ്പാടുകൊണ്ട്, ചിലപ്പോൾ പട്ടിണി കൊണ്ട്, സമ്പത്തിലോ അതുപോലെ തന്നെ ശരീരങ്ങളിലോ അല്ലെങ്കിൽ വിഭവങ്ങളിലോ ഉള്ള കുറവ് കൊണ്ട് എല്ലാം അള്ളാഹു പരീക്ഷിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമ അവലംബിക്കുന്നവർ, ഇതിൽ ക്ഷമ അവലംബിക്കുന്നവർ അവർക്ക് സന്തോഷ വാർത്ത. എന്നിട്ട് പറഞ്ഞു, ആരാണ് ആ ക്ഷമ അവലംബിക്കുന്നവർ? അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാൽ ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹ് വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾക്കുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, വസ്തുക്കളുണ്ടോ, വ്യക്തികളുണ്ടോ, അതെല്ലാം അല്ലാഹുവിന്റേതാണ്,
വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണെന്ന് പറയും. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള സ്വലാത്തുകൾ ഉള്ളത്, അല്ലാഹുവിൽ നിന്നുള്ള കാരുണ്യമുള്ളത്, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ. എന്ത് മഹത്തായ കാര്യങ്ങളാണ്! അള്ളാഹു മലക്കുകളുടെ സന്നിധിയിൽ അവരെ പറ്റി പുകഴ്ത്തി പറയുന്നു. അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിക്കുന്നു, അവരാണ് നേരാവണ്ണം ഹിദായത്തിലായവർ എന്ന് അള്ളാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, ഈ കലിമത്ത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, കലിമത്തുൽ ഇസ്തിർജാ എന്ന് പറയുന്ന ഈ കലിമത്ത്, അത് നമ്മുടെ ഏതൊരു മുസീബത്തിലും, നാം നേരിടുന്ന ഏതൊരു പരീക്ഷണത്തിലും നമ്മുടെ നാവിൽ ആദ്യം വരേണ്ടതാണ്. ഈ കലിമത്ത് കൊണ്ട് ദുനിയാവിലും പരലോകത്തിലും ഏറ്റവും ഉത്തമമായ നേട്ടങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി, നഷ്ടപ്പെട്ട എന്ത് കാര്യത്തിനും പകരമായി ഏറ്റവും മഹത്തായ കാര്യങ്ങളും നൽകുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളെയും, ദുനിയാവിലെയും പരലോകത്തെയും നേട്ടങ്ങളെ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമുമില്ല അവനൊരു മുസീബത്ത് ബാധിക്കുകയാണ്, ഫയഖൂൽ, എന്നിട്ട് ആ സമയത്ത് അവൻ പറയും, മാ അമറല്ലാഹു ബിഹി, അല്ലാഹു അവനോട് കൽപ്പിച്ചത് എന്താണത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നവൻ പറയുന്നു. അതോടൊപ്പം അല്ലാഹുമ്മ ജിർനി ഫീ മുസീബതി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ, അല്ലാഹുവേ ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം നൽകണമേ, ഇതിനേക്കാൾ ഉത്തമമായത് എനിക്ക് പകരം നൽകണമേ എന്ന് പറയുന്നില്ല. ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവന് ബാധിച്ച മുസീബത്തിനേക്കാൾ ഖൈറായത് അവന് പകരം നൽകാതെ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മാ മാത അബൂ സലമ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബൂ സലമ മരണപ്പെട്ടപ്പോൾ ഖാലത്ത്, അവർ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറുൻ മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ ഖൈറായ ഏത് മുസ്ലിമാണുള്ളത്? അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി 2 തവണ ഹിജ്റ പോയിട്ടുള്ള, ബദറും മുഹദും പങ്കെടുത്തിട്ടുള്ള ശ്രേഷ്ഠനായ സ്വഹാബിയായിട്ടുള്ള അബൂസലമയേക്കാൾ ഉത്തമനായ ഏതൊരു മുസ്ലിമാണുള്ളത് എന്ന് അവർ പറഞ്ഞുപോയി. സുമ്മ ഇന്നി ഖുൽതുഹാ, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അവർ പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, അവർ പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എന്നിട്ട് പറയാണ്, ഫഖലഫല്ലാഹു ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അബൂസലമക്ക് പകരമായിട്ട് തനിക്ക് ഭർത്താവായി നൽകിയത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്. അതെ, ആ കലിമത്ത് അത് അർത്ഥമറിഞ്ഞുകൊണ്ട്, ആശയം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നവർക്ക് അവന് ബാധിച്ച ഏതൊരു മുസീബത്തിനേക്കാൾ ഏറ്റവും ഖൈറായതും ഉത്തമമായതും അള്ളാഹു ദുനിയാവിൽ പകരം നൽകും. ഇനി പരലോകത്തോ? മറ്റൊരു ഹദീസിൽ കാണാം, താബിഈയായ അബൂ സിനാൻ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ദഫൻതു ഇബ്നി സിനാനൻ, ഞാൻ എന്റെ മകൻ അഥവാ അദ്ദേഹത്തിന്റെ മകനായ സിനാൻ മരണപ്പെട്ടു. ആ മറമാടിയതിനു ശേഷം വഅബൂ തൽഹത്തുൽ ഖൗലാനി ജാലിസുൻ അലാ ശഫീറിൽ ഖബർ, ആ സമയത്ത് അബൂ തൽഹ അൽ ഖൗലാനി മറ്റൊരു താബിഈയാണ്, ആ ഖബറിന്റെ അടുക്കൽ നിൽക്കുന്നുണ്ട്. ഉപ്പ പറയാണ്, മകന്റെ മരണത്തിന് ശേഷം മകന്റെ ഖബറിന്റെ അടുക്കൽ മറ്റൊരു അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇരിക്കുകയാണ്. ഫലമ്മാ അറദ്തുൽ ഖുറൂജ അഖദ ബിയദി, അങ്ങനെ ഉപ്പ തന്റെ മകന്റെ ഖബറടക്കിയതിനു ശേഷം പിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ അബൂ തൽഹ അൽ ഖൗലാനി അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, ഉപ്പാന്റെ കൈ പിടിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അലാ ഉബശ്ശിറുക യാ അബാ സിനാൻ, ഞാൻ നിനക്കൊരു സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? മകൻ മരിച്ചു കിടക്കുകയാണ്, ഉപ്പാനോട് പറയാണ് സന്തോഷ വാർത്ത അറിയിക്കട്ടെയോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതേ എന്ന് പറഞ്ഞു. ബല, അറിയിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ മുസ അൽ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. എന്താണ് ആ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാത വലദുൽ അബ്ദ്, ഒരു അടിമയുടെ മകൻ മരണപ്പെട്ടാൽ, ഖാല അല്ലാഹു ലിമലായികതി, അല്ലാഹു തആല മലക്കുകളോട് ചോദിക്കും, ഖബൽതും വലദ അബ്ദി, എന്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടികൂടിയോ, അല്ലെങ്കിൽ അവന്റെ റൂഹിനെ പിടിച്ചോ? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, നഅം. ഫയഖൂൽ, അല്ലാഹു വീണ്ടും ചോദിക്കും, ഖബൽതും സമറത ഫുആദിഹി, അവന്റെ കൺകുളിർമയായിട്ടുള്ള, അവൻ ഏറ്റവും പ്രിയപ്പെട്ട അവന്റെ മകനെ പിടികൂടിയോ? മലക്കുകൾ പറയും, ഫയഖൂലൂൻ നഅം, അതേ എന്ന് പറയും. ഫയഖൂൽ, അല്ലാഹു ചോദിക്കും, അല്ലാഹുവാണ് ഏറ്റവും അറിയുന്നവൻ, എന്നാൽ അല്ലാഹു ചോദിക്കും, മാദാ ഖാല അബ്ദി, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? ഫയഖൂലൂൻ, മലക്കുകൾ പറയും, ഹമിദക വസ്തർജഅ, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. പിന്നെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന കലിമത്തുൽ ഇസ്തിർജാ പറഞ്ഞു.
അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയും, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന, എന്റെ ആ അടിമയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ ഒരു ഭവനം പണിയണം. വസമ്മൂഹു ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന പേരും നൽകണമെന്ന് അല്ലാഹു തആല മലക്കുകളോട് പറയും. അതേ സഹോദരങ്ങളെ, ഏതൊരു മുസീബത്ത് ബാധിക്കുമ്പോഴും ഈ കലിമത്ത് പറയുന്നതിലൂടെ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കലിമത്ത് പറയുന്നതോടുകൂടെ ദുനിയാവിലാവട്ടെ പരലോകത്തിലാവട്ടെ അതിന് പകരമായി ഏറ്റവും മഹത്തരമായ കാര്യങ്ങൾ അല്ലാഹു തആല പകരം നൽകുന്നതാണ്. രണ്ട് അടിസ്ഥാനങ്ങളുടെ മേലെയാണ് ഈ കലിമത്ത് നിലനിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തേത് ഇന്നാ ലില്ലാഹ്, നാം അള്ളാഹുവിന്റേതാണ്, അഥവാ നമ്മൾ അള്ളാഹുവിനാൽ അധികാരപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ എല്ലാ വസ്തുക്കളും, നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളും, നമ്മുടെ സന്താനങ്ങളും കുടുംബവും സമ്പത്തും ആരോഗ്യവും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റേതാണ്, നമുക്ക് തൽക്കാലമായിട്ടുള്ളതാണ്. അതിന്റെ എല്ലാവിധ അധികാരവും അതിന്റെ എല്ലാവിധ നിയന്ത്രണവും പൂർണ്ണമായും അള്ളാഹുവിന്റെ കയ്യിലാണ്. രണ്ടാമത്തേത് ഇന്നാ ഇലൈഹി റാജിഊൻ, ഇതെല്ലാം വിട്ടുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മടങ്ങപ്പെടേണ്ട ഒരു ദിവസമുണ്ട്, മടക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അവിടെ വിചാരണ ചെയ്യപ്പെടും, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. ആ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധം, ഈ രണ്ട് ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കലിമത്ത് പറയുന്നതെങ്കിൽ സഹോദരങ്ങളെ, തീർച്ച നമുക്ക് ബാധിച്ച ഏതൊരു മുസീബത്തിനും പകരം ഏറ്റവും ഖൈറായത് അള്ളാഹു തആല നൽകുന്നതാണ്. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഒരു പ്രായമായ വ്യക്തിയെ കണ്ടു. അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ചോദിച്ചു, കം അതാ അലൈക്, നിങ്ങൾ എത്ര കാലമായി ജീവിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ആയുസ്സായി എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു 60 സന, 60 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഫുളൈൽ ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, 60 വർഷമായി നിങ്ങൾ അള്ളാഹുവിലേക്കുള്ള യാത്രയിലാണ്, നിങ്ങൾ ഇതാ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു പോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് തിരിച്ചു ചോദിച്ചു, നിനക്കതിന്റെ അർത്ഥം അറിയുമോ, നിനക്കതിന്റെ വിശദീകരണം അറിയുമോ എന്ന് ചോദിച്ചു. അപ്പൊ ആ വ്യക്തി തിരിച്ചു ചോദിച്ചു, എന്താണത്? അപ്പൊ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഖൗലുക ഇന്നാ ലില്ലാഹ്, നീ ഇന്നാ ലില്ലാഹ് എന്ന് പറയുന്നുണ്ടല്ലോ, അതിന്റെ അർത്ഥം അന്നക ലില്ലാഹി അബ്ദുൻ, നീ അല്ലാഹുവിന് അടിമയാണ് എന്നുള്ളതാണ്. വഖൗലുക ഇന്നാ ഇലൈഹി റാജിഊൻ, നീ അല്ലാഹുവിലേക്ക് മടങ്ങുന്നവരാണെന്ന് പറയുന്നുണ്ടല്ലോ, അൻത ഇലൈഹി റാജിഉ, തീർച്ച നീ അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഫൈദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ, നീ മനസ്സിലാക്കിയാൽ, നീ അല്ലാഹുവിന്റെ ഒരു അടിമയാണെന്ന് മനസ്സിലാക്കിയാൽ, വ അന്നക ഇലൈഹി റാജിഊൻ, അവനിലേക്ക് മടക്കപ്പെടുന്നവനാണെന്ന് മനസ്സിലാക്കിയാൽ, ഫഅലം, നീ അറിയണം, അന്നക മൗഖൂഫുൻ, നീ അവന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. വൈദാ അലിംത അന്നക മൗഖൂഫുൻ, നീ അവന്റെ മുമ്പിൽ നിൽക്കുമെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ, ഫഅലം അന്ന അല്ലാഹ സായിലുക്, അല്ലാഹു നിന്നോട് ചോദിക്കുന്നതാണ്. വൈദാ അലിംത അന്ന അല്ലാഹ സായിലുക്, അല്ലാഹു നിന്നോട് ചോദിക്കുന്നതാണ് നീ മനസ്സിലാക്കിയാൽ, ഫഅഇദ്ദ ലിസ്സുആലി ജവാബൻ, നീ ആ ചോദ്യത്തിന് മറുപടി ഒരുക്കിക്കൊള്ളുക, നീ ആ ചോദ്യത്തിന് മറുപടി ഒരുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. അപ്പോൾ വ്യക്തി ചോദിച്ചു, വമൽ ഹീല, എന്താണ് അതിനുള്ള രക്ഷാമാർഗം? അപ്പോൾ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, യസീറത്തുൻ, എളുപ്പമാണ്. എന്നിട്ട് പറഞ്ഞു, അഹ്സിൻ ഫീമാ ബഖിയ യുഗ്ഫർ ലക മാ ഖദ് മള, ഇനി നിന്റെ ആയുസ്സിൽ എന്താണോ ഉള്ളത് അത് നീ നന്നാക്കുക. അങ്ങനെ നന്നാക്കിയാൽ കഴിഞ്ഞു പോയ പാവങ്ങളെല്ലാം നിനക്ക് പൊറുക്കപ്പെടുന്നതാണ്. ഫഇന്നക ഇൻ അസഅത ഫീമാ ബഖിയ, ഇനിയും നീ തെറ്റുകളിൽ മുഴുകിയാണ് ജീവിക്കുന്നതെങ്കിൽ, ഉഖിത ഫീമാ ബഖിയ വഫീമാ മദ, വരാൻ പോകുന്ന ചെയ്യാൻ പോകുന്നതിലും കഴിഞ്ഞു പോയതിലും അള്ളാഹു നിന്നെ പിടികൂടുന്നതാണ് എന്ന് ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ കലിമത്തിന്റെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന കലിമത്തിന്റെ ആശയം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു മുസീബത്തിനും സമാധാനം കണ്ടെത്താൻ സാധിക്കും, ഏതൊരു തിന്മയിൽ നിന്നും അകന്നു നിൽക്കാൻ സാധിക്കും, അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ ഒരുങ്ങാൻ സാധിക്കും. അത്രയേറെ പ്രേരണയേകുന്ന, വളരെ ബറക്കത്ത് നിറഞ്ഞ, വളരെ സമാധാനം നിറഞ്ഞ, വളരെ തുമഅനീനത്ത് നിറഞ്ഞ, ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده الصلاة والسلام على من لا نبي بعده عباد الله اتقوا الله. സഹോദരങ്ങളെ, മനുഷ്യരെന്ന നിലക്ക് നാം പരീക്ഷിക്കപ്പെടുമ്പോൾ, ഏതു തരത്തിലുള്ള മുസീബത്ത് ബാധിക്കുമ്പോഴും ഈ കലിമത്തിന്റെ ആശയം നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ നാം ആദ്യമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏത് കാര്യവും അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മോട് ഏറ്റവും അധികം കാരുണ്യം ചൊരിയുന്ന,
മറ്റാരേക്കാളും ഒരു മുഅ്മിനിനെ ഇഷ്ടപ്പെടുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവോടുകൂടി മാത്രമേ നമുക്ക് ഏതൊരു മുസീബത്തും ബാധിക്കുന്നുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. വമൻ യുഅ്മിൻ ബില്ലാഹ് യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ആ ഒരു വിശ്വാസമുള്ളവൻ, അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എനിക്കിത് ബാധിച്ചത് എന്ന് വിശ്വസിക്കുന്നവൻ, അവൻ അല്ലാഹു തആല കൂടുതൽ ഹിദായത്തിലേക്ക്, അതിൽ ക്ഷമയവലംബിക്കാനും അതിൽ അള്ളാഹുവിന്റെ തൃപ്തി കണ്ടെത്താനും അള്ളാഹു വഴിയൊരുക്കും. അള്ളാഹു എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അള്ളാഹുവിന്റെ അറിവിൽ മുൻകടന്നു എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സഹോദരങ്ങളെ നമുക്ക് ഏറ്റവും സമാധാനമേകാൻ ആ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു പ്രമാണമാക്കി വെച്ചിട്ടുമുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫീ അൻഫുസികും. ഭൂമിയിലാവട്ടെ നിങ്ങളുടെ സ്വന്തത്തിലാവട്ടെ ഒരു മുസീബത്തും ബാധിക്കുന്നില്ല. ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹ. അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു അത് കിതാബിൽ രേഖപ്പെടുത്താതെ. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് അല്ലാഹുവിന് എളുപ്പമുള്ള കാര്യമാണ്. എന്തിനാണ് അത് രേഖപ്പെടുത്തി വെച്ചത്? എന്തിനാണ് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചത്? ആരെങ്കിലും ബോധിപ്പിക്കാനാണോ? ആരെങ്കിലും കണക്ക് കാണിക്കാനാണോ? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ലിക്കൈലാ തഅസൗ അലാ മാ ഫാതകും. നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നിങ്ങൾ അമിതമായ ദുഃഖത്തിലേക്ക് പോകാൻ പാടില്ല. വലാ തഫ്റഹു ബിമാ ആതാകും. നിങ്ങൾക്ക് നൽകപ്പെടുന്ന, ലഭിക്കുന്ന ഏറ്റവും സന്തോഷമേകുന്ന കാര്യങ്ങളിൽ അമിതമായി സന്തോഷിക്കാനും പാടില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് എന്നതിൽ നിങ്ങൾ ക്ഷമയവലംബിക്കാനും അള്ളാഹുവിന്റെ തൃപ്തി നേടാനും വേണ്ടിയാണത് എന്ന് അള്ളാഹു തആല അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, കലിമത്തുൽ ഇസ്തിർജാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മെ ഏറ്റവും നല്ല രീതിയിൽ അള്ളാഹുവിലുള്ള വിശ്വാസം ഉറപ്പിച്ചു തരുന്ന, അള്ളാഹ് ഏതൊരു പരീക്ഷണത്തിലും ക്ഷമയവലംബിക്കാൻ സഹായകമാകുന്ന, പരലോകത്തിലേക്ക് ഒരുങ്ങാൻ പ്രേരണയേകുന്ന കലിമത്താണ്. അതിന്റെ ആശയം ചിന്തിക്കുക, മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.